ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് തുടങ്ങുന്ന ഭാഗത്ത് പ്രായോഗിക ജീവിതത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ അപ്പോസ്തലൻ നൽകുന്നു. രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ എന്ന മേൽപ്പറഞ്ഞ ഫിലിപ്പിയർ 2:12 വചനം രക്ഷ പ്രവൃത്തിയാൽ ലഭിക്കുന്നു എന്ന ആശയത്തിലല്ല, പിന്നെയോ പൗലോസ് ഇപ്പോൾ ഫിലിപ്പിയരോടുകൂടെ ഇല്ലെങ്കിലും അവർ പൗലോസിൻ്റെ സഹായം കൂടാതെ തന്നെ ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന ആശയത്തിലാണ്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവീനെന്ന ഫിലിപ്പി ലേഖനം 2:12-14 വരെയുള്ള വേദഭാഗം ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്നും കനാൻ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മോശയുടെ ആവർത്തന പുസ്തകം 32-1-5 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അന്ത്യശാസനത്തോട് സാമ്യമായിരിക്കുന്നു. ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും. ഭൂമി എൻ്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും. എൻ്റെ വചനം മഞ്ഞുപോലെയും ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും. നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം. അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുള്ളവൻ തന്നെ. അവർ അവനോട് വഷളത്വം കാണിച്ചു. അവർ അവൻ്റെ മക്കളല്ല, സ്വയം കളങ്കമത്രേ. വക്രതയും കോട്ടവുമുള്ള തലമുറ. ആവർത്തന പുസ്തകം 32:1-5 വരെയുള്ള തിരുവെഴുത്തുകൾ. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാം വക്രതയും കോട്ടവുമുള്ള തലമുറയാകാതെ പരിപൂർണ അനുസരണത്തിൽ ക്രിസ്തു മഹുദ്ധീകരണം പ്രാപിച്ചതുപോലെ ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തെ അനുസരിച്ച് മഹുദ്ധീകരണം പ്രാപിക്കുവാനാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് ഉപദേശിക്കുന്നത്. ഫിലിപ്പിയിലെ സഭയിൽ അങ്ങിങ്ങായി പിറുപിറുപ്പുകളും ആരോഗ്യകരമല്ലാത്ത വിമർശനങ്ങളും പൗലോസിൻ്റെ അസാന്നിധ്യത്തിൽ ഉടലെടുത്തിട്ടുള്ളതായി ഈ വാക്യം ധ്വനിപ്പിക്കുന്നു. നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ എന്നത് പൗലോസ് അവരുടെ സഭയിലുണ്ടായിരുന്ന കാലത്ത് വിധേയത്വം അദ്ദേഹത്തോട് കാണിച്ചതുപോലെ ഇപ്പോൾ അകലെയായിരിക്കുമ്പോഴും അത് അഭംഗുരം തുടരുവാൻ നിഷ്കർഷിക്കുന്നു. നമ്മുടെ ഇച്ഛാശക്തിയെയും പ്രവർത്തനശേഷിയെയും ശക്തീകരിക്കുന്ന ദൈവമാണ്. സ്വന്തം പ്രാധാന്യത്തിലും ഗർവിലും നിലനിൽക്കുന്ന ഒന്നല്ല ക്രിസ്തീയത, മറിച്ച് പരമാർത്ഥത, നിഷ്കളങ്കത, കുറ്റപ്പെടുത്തുവാൻ സാധിക്കാത്ത സന്മാർഗ ശ്രേഷ്ഠത, ഇവയുടെ വിളനിലമാണിത്. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും എന്ന ഫിലിപ്പിയർ എഴുതിയ ലേഖനം 2:15-16 തിരുവചനങ്ങളിൽ കൂടി അന്ധകാരത്തിൻ്റെ നടുവിൽ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ തിരുനാളങ്ങളായി നിലകൊള്ളുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അതിനുള്ള മാർഗമോ ദൈവവചന ഘോഷണമാണ്. അത് കേവലം വാക്കുകളിലല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ഒരുക്കമാണോ? ചിന്തിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.